എക്കണോമിക്സിലെ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള കെയ്നീഷ്യൻ മാക്രോ എക്കണോമിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കെയ്നീഷ്യൻ മാക്രോ എക്കണോമിക്സിൽ വരുന്നത് ജെ.എം. കെയ്ൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കൺസെപ്റ്റുകളും തിയറീസും ആണ്. കെയ്നീഷ്യൻ മാക്രോ എക്കണോമിക്സ് 1929 ശേഷം, അതായത് ഗ്രേറ്റ് ഡിപ്രഷന് ശേഷമാണ് പോപ്പുലറൈസ് ചെയ്യപ്പെട്ടത്. ഇപ്പോൾ ഗ്രേറ്റ് ഡിപ്രഷൻ എന്നാണ് സംഭവിച്ചത് എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടു. ഗ്രേറ്റ് ഡിപ്രഷൻ 1929 മുതൽ 1939 വരെ കാലഘട്ടങ്ങളിൽ എക്കോണമിയെ അഫക്റ്റ് ചെയ്തിരുന്ന ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഗ്രേറ്റ് ഡിപ്രഷൻ വാസ് ദി ഡീപ്പസ്റ്റ് ആൻഡ് ലോങ്ങസ്റ്റ് ലാസ്റ്റിംഗ് എക്കണോമിക് ഡൗൺ ടേൺ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദി വെസ്റ്റേൺ ഇൻഡസ്ട്രിയലൈസ്ഡ് വേൾഡ്. ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിലെ എക്കോണമിയെ ഏറ്റവും പിടിച്ചു കുലുക്കിയ ഒരു ഇൻസിഡൻ്റ് തന്നെയായിരുന്നു ഗ്രേറ്റ് ഡിപ്രഷൻ. ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റിൽ ഗ്രേറ്റ് ഡിപ്രഷൻ സ്റ്റാർട്ട് ചെയ്തത് സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിന് ശേഷമാണ്. 1929 ഒക്ടോബറിൽ ഉണ്ടായിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിന് ശേഷമാണ് ഗ്രേറ്റ് ഡിപ്രഷന് ഉണ്ടായത്, അല്ലെങ്കിൽ അതായിരുന്നു അതിൻ്റെ ഒരു തുടക്കം. പിന്നെ നെക്സ്റ്റ് ഒരു 10 വർഷക്കാലം യുണൈറ്റഡ് സ്റ്റേറ്റിലെ ഡീപ്പ് എക്കണോമിക് ഡിപ്രഷൻ തന്നെയാണ് അവർ ഫേസ് ചെയ്തത്. 1933 അൺഎംപ്ലോയ്മെൻറ്റ് 25% ഇൻക്രീസ് ചെയ്തു. 1929 3.2% ആയിരുന്നു അൺഎംപ്ലോയ്മെൻ്റ് എങ്കിൽ അത് 1933 ആയപ്പോഴേക്കും എത്ര പെർസെൻറ്റേജ് ആയിട്ട് ഇൻക്രീസ് ചെയ്തു? 25% ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ 50% കുറഞ്ഞു. ഇൻ്റർനാഷണൽ ട്രേഡ് കുറഞ്ഞു, 30% കുറഞ്ഞു. ഇൻവെസ്റ്റ്മെൻറ്റ് 98% കുറഞ്ഞു. Keynesian revolution refers to the publication of the magnum opus of John Maynard Keynes titled The General Theory of Employment, Interest and Money in 1936. അപ്പോൾ കെയ്നീഷ്യൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ജെ.എം. കെയ്ൻസിൻ്റെ പുസ്തകമായിട്ടുള്ള ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി 1936. അദ്ദേഹത്തിൻ്റെ പുസ്തകം ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി പബ്ലിഷ് ചെയ്ത് 1936 അതുവഴിയാണ് അദ്ദേഹത്തിൻ്റെ ഐഡിയാസൊക്കെ പോപ്പുലറൈസ് ചെയ്യാൻ തുടങ്ങിയത്. അതിനെയാണ് കെയ്നീഷ്യൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. The basic elements of Keynesian economics were introduced in this book, which repudiated the foundations of laissez-faire. ഇപ്പോൾ കെയ്നീഷ്യൻ എക്കണോമിക്സിൽ പറഞ്ഞിരുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെസസ്-ഫെയർ എന്ന് പറയുന്ന ഒരു ക്ലാസിക്കൽ എക്കണോമിക്സിൻ്റെ പോളിസിയിലെ കൺസെപ്റ്റ് ആയിരുന്നു ലെസസ്-ഫെയർ. അത് അദ്ദേഹം എതിർത്തു. ക്ലാസിക്കൽ അസംഷൻസ് ആയിട്ടുള്ള ഫുൾ എംപ്ലോയ്മെൻറ്റ്, അതുപോലെ സെൽഫ് അഡ്ജസ്റ്റിംഗ് എബിലിറ്റി ഓഫ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, അദ്ദേഹം അതിനൊക്കെ ചലഞ്ച് ചെയ്തു. കെയ്ൻസ് ഈസ് കൺസിഡർ ആസ് ദി മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ എക്കണോമിസ്റ്റ് ഓഫ് ദി 20th century. അപ്പോൾ 20th centuryയിലെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ എക്കണോമിസ്റ്റ് ആയിട്ട് പിന്നെ കെയ്ൻസിനെയാണ് കൺസിഡർ ചെയ്തത്. ഇപ്പോൾ കെയ്നീഷ്യൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് ജെ.എം. കെയ്ൻസിൻ്റെ ഐഡിയാസൊക്കെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൂടെ പുറത്തെത്തിച്ചു. ആ ഒരു പബ്ലിക്കേഷന് ശേഷമാണ് കെയ്ൻസിൻ്റെ ഐഡിയാസൊക്കെ പോപ്പുലറൈസ് ചെയ്യാൻ തുടങ്ങിയത്. അതിനെയാണ് കെയ്നീഷ്യൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ക്ലാസിക്കൽ എക്കണോമിക്സിൻ്റെ മെയിൻ ഐഡിയാസ് ആയിട്ടുള്ള ലെസസ്-ഫെയർ, അതേപോലെ സെൽഫ് അഡ്ജസ്റ്റിംഗ് മെക്കാനിസം, ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്നുള്ളതിനൊക്കെ കെയ്ൻസ് ചലഞ്ച് ചെയ്തു. The central theme of Keynesian economics is an analysis of the causes and results of variations in aggregate spending and income. അപ്പോൾ കെയ്നീഷ്യൻ എക്കണോമിക്സിൻ്റെ ഏറ്റവും സെൻട്രൽ തീം എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് സ്പെൻഡിങ്ങിലും ഇൻകത്തിലും വരുന്ന മാറ്റങ്ങൾ, അതിൻ്റെ കാരണം എന്താണ്, അതിൻ്റെ റിസൾട്ട്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് കെയ്നീഷ്യൻ എക്കണോമിക്സിൽ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഗ്രേറ്റ് ഡിപ്രഷൻ അമേരിക്കയിലും ഇംഗ്ലണ്ട് പോലത്തെ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയെ ഒരുപാട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ അൺഎംപ്ലോയ്മെൻറ്റ് ഇൻക്രീസ് ചെയ്തു. ദ പർപ്പസ് ഓഫ് കെയ്ൻസ് ജനറൽ തിയറി ഈസ് ടു എക്സ്പ്ലെയിൻ വാട്ട് ഡിറ്റർമിൻസ് ദ വോളിയം ഓഫ് എംപ്ലോയ്മെൻറ്റ് അറ്റ് എനി ഗിവൺ ടൈം. ഇപ്പോൾ കെയ്ൻസിൻ്റെ അഭിപ്രായം എന്തുകൊണ്ടാണ് ഈ എംപ്ലോയ്മെൻറ്റ് ഒരു പ്രത്യേക പീരീഡിൽ വർദ്ധിച്ചത് എന്നുള്ളതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൂടെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു. An analysis of the depression economy helped Keynes to formulate his theory of employment, which is based on the principle of effective demand.
അപ്പോൾ എക്കോണമിയിലുണ്ടായ ആ തരത്തിലൊരു ഡിപ്രഷന് അദ്ദേഹത്തിൻ്റെ തിയറിയെ ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിച്ചു. അദ്ദേഹം അതിൻ്റെ ബേസിൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഫോർമുലേറ്റ് ചെയ്തു. ആ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ബേസ് ചെയ്തിരിക്കുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇഫക്റ്റീവ് ഡിമാൻഡ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകമായിട്ടുള്ളത് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇഫക്റ്റീവ് ഡിമാൻഡിനെ കുറിച്ചിട്ടാണ്. സോ നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു the concept effective demand. The logical starting point of Keynes' theory of employment is the principle of effective demand. According to Keynes, the point of effective demand is determined by the intersection of aggregate demand function and aggregate supply function. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന പുസ്തകത്തിൽ അദ്ദേഹത്തിന് സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ എന്തായിരുന്നു? ഇഫക്റ്റീവ് ഡിമാൻഡ് എന്ന് പറയുന്ന പ്രിൻസിപ്പിളായിരുന്നു. അപ്പോൾ കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ ഇഫക്റ്റീവ് ഡിമാൻഡിനെ നിർണ്ണയിക്കുന്നത് ഡിറ്റർമിൻ ചെയ്യുന്നത് ആഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷനും അതുപോലെ ആഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷനുമാണ്. ആഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷനും ആഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന അവിടെയാണ് ഇഫക്റ്റീവ് ഡിമാൻഡിനെ തീരുമാനിക്കുന്നത്. So next we move on to the concept aggregate demand and aggregate supply. What is aggregate demand and aggregate supply? The aggregate demand function like aggregate demand price is a schedule of the proceeds expected from the sale of the output resulting from varying amounts of employment. ഇപ്പോൾ പല രീതിയിൽ പല ലെവൽസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഉണ്ടാവും. ആ എംപ്ലോയ്മെൻറ്റിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് ഉണ്ടാവും. ഈ ഔട്ട്പുട്ട് വിൽക്കുമ്പോൾ കിട്ടുന്ന വിറ്റാൽ കിട്ടുന്ന പ്രൊസീഡ്സ്, അതിൽ നിന്ന് എന്താണ് നമുക്ക് കിട്ടുന്ന റവന്യൂ, എക്സ്പെക്റ്റ് ചെയ്യുന്ന റവന്യൂ എന്താണോ അതിൻ്റെ ഷെഡ്യൂളിനെയാണ് എന്ത് പറയുന്നത്? ആഗ്രിഗേറ്റ് ഡിമാൻഡ് പ്രൈസ് എന്ന് പറയുന്നത്. നമ്മൾ സാധനങ്ങൾ നമ്മൾ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാവുന്ന പ്രൊസീഡ്സ് റവന്യൂ എന്താണ് എന്നുള്ളതാണ് ആഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആസ് മോർ ലേബർ ഈസ് എംപ്ലോയ്ഡ്, മോർ ഔട്ട്പുട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ദ ടോട്ടൽ പ്രൊസീഡ്സ് ആർ ഗേറ്റഡ്. കൂടുതൽ വർക്കേഴ്സിനെ എംപ്ലോയ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും, അതുകൊണ്ട് തന്നെ ടോട്ടൽ പ്രൊസീഡ്സ് എന്ന് പറയുന്നത് കൂടും. ദ അഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷൻ aggregate supply price is a schedule of the minimum amounts of proceeds required to induce varying quantities of employment. aggregate supply function എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് വിൽക്കുന്നതിൽ നിന്ന് കിട്ടുന്ന പ്രൊസീഡ്സ് അല്ലെങ്കിൽ റവന്യൂവിൻ്റെ മിനിമം എമൗണ്ട്സിനെ കാണിക്കുന്ന ഷെഡ്യൂളാണ് എൻ്റെ ആഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷൻ. എമൗണ്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ് ആഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷനിൽ വരുന്നത്. നമുക്ക് കിട്ടുന്ന മിനിമം എമൗണ്ട്സിനെയാണ് ആഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷനിൽ പറയുന്നത്. ഇപ്പോൾ എമൗണ്ട് ഓഫ് പ്രൊസീഡ്സ് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വർക്കേഴ്സിന് കൂടുതൽ ജോലികൾ കിട്ടിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ എംപ്ലോയേഴ്സ് കൂടുതൽ എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ. The actual amount of employment in an economy is determined by the intersection of aggregate demand function and aggregate supply function. Aggregate demand functionും aggregate supply functionും intersect ചെയ്യുന്ന പോയിന്റിലാണ് actual amount of employmentനെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗറിലാണ് ഈ എഫക്റ്റീവ് ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് കാണിക്കുന്നത്. അഗ്രിഗേറ്റ് ADF എന്ന് പറയുന്ന അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷനും ASF എന്ന് പറയുന്ന അഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷനുമാണ്. എക്സ് ആക്സിലെ എംപ്ലോയ്മെൻറ്റും വൈ ആക്സിസിൽ പ്രൊസീഡ്സോ റിസിപ്റ്റ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷനും അഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ഇവിടെയാണ് ഇഫക്റ്റീവ് ഡിമാൻഡ്. ഓക്കെ. ഏതിന് കറസ്പോണ്ടിങ് ആയിട്ട് എൻ എന്ന് പറയുന്ന എംപ്ലോയ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഇവിടെ ഇഫക്റ്റീവ് ഡിമാൻഡ് കാണിച്ചിരിക്കുന്നത്. ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ റെപ്രസെന്റ് ദി പോയിന്റ് ഓഫ് ഇഫക്റ്റീവ് ഡിമാൻഡ്. ഓക്കെ. The ASF is regarded as stable in the short run because it depends on the technical conditions of production, the availability of raw materials, etc. Aggregate supply function ഷോർട്ട് റണ്ണിൽ സ്റ്റേബിൾ ആണ്, സ്ഥിരമാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം it depends on technical conditions of production, availability of raw materials. അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ടെക്നിക്കൽ കണ്ടീഷൻസ് ഓഫ് പ്രൊഡക്ഷനെ, അതേപോലെ റോ മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ദസ് ഇറ്റ് ഈസ് ദ ADF വിച്ച് പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ ഡിറ്റർമിനിങ് ദ ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് എക്കോണമി. അപ്പോൾ ഒരു എക്കോണമിയിലെ എംപ്ലോയ്മെൻറ്റിൻ്റെ ലെവൽ തീരുമാനിക്കുന്നത് മെയിൻലി അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷനാണ്. ബിക്കോസ് അഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷൻ ഷോർട്ട് റണ്ണിൽ സ്റ്റേബിൾ ആണ്. The aggregate demand function depends on the consumption function and investment function.
Aggregate demand function depends ചെയ്തിരിക്കുന്നത് consumption ഫംഗ്ഷനെയും investment ഫംഗ്ഷനെയുമാണ്. The level of employment can be raised by increasing either consumption expenditure or investment expenditure or both. ഇപ്പോൾ ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് റൈസ് ചെയ്യുക, അത് വർദ്ധിപ്പിക്കാൻ കഴിയും ഏത് രീതിയിലൊക്കെ? കൺസംഷൻ എക്സ്പെൻഡിച്ചറും ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചറും അല്ലെങ്കിൽ രണ്ടും കൂടെ വർദ്ധിപ്പിച്ചാൽ ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റിനെ വർദ്ധിപ്പിക്കാം. ദസ് ഇറ്റ് ഈസ് ദ ADF വിച്ച് ഈസ് ഇഫക്റ്റീവ് എലിമെൻറ്റ് ഇൻ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇഫക്റ്റീവ് ഡിമാൻഡ്. അപ്പോൾ ADFനാണ് ഒരു ഇഫക്റ്റീവ് ഡിമാൻഡ്, പ്രിൻസിപ്പിൾ ഓഫ് ഇഫക്റ്റീവ് ഡിമാൻഡിൽ ഏറ്റവും കൂടുതൽ ഇഫക്റ്റീവ് ഉള്ളത് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷനാണ്, അല്ലെങ്കിൽ റോൾ ഉള്ളത് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷനാണ്. ഇഫക്റ്റീവ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷനും അഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷനും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഭാഗമാണ് ഇഫക്റ്റീവ് ഡിമാൻഡ്. അപ്പോൾ അഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷൻ ഷോർട്ട് റണ്ണിൽ സ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷനാണ് ഒരു ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് എക്കോണമിയിൽ തീരുമാനിക്കാനുള്ള ഒരു മെയിൻ റോൾ ഉള്ളത് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷനാണ്. അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് കൺസംഷൻ ഫംഗ്ഷനെയും ഇൻവെസ്റ്റ്മെൻറ്റ് ഫംഗ്ഷനെയുമാണ്. ഇപ്പോൾ ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ രണ്ടും. അപ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷനാണ് ഇഫക്റ്റീവ് ഡിമാൻഡ് പ്രിൻസിപ്പിളിൽ ഏറ്റവും ഇഫക്റ്റീവ് എലമെൻ്റ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് വി മൂവ് ഓൺ ടു ഇമ്പോർട്ടൻസ് ഓഫ് ഇഫക്റ്റീവ് ഡിമാൻഡ്. എന്തൊക്കെയാണ് ഇഫക്റ്റീവ് ഡിമാൻഡിൻ്റെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യം? ദ പ്രിൻസിപ്പിൾ ഓഫ് ഇഫക്റ്റീവ് ഡിമാൻഡ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിയററ്റിക്കൽ കോൺട്രിബ്യൂഷൻ ഓഫ് കെയ്ൻസ്. The significances of the principle are the following. The first one is determination of employment. According to Keynes, the level of employment in an economy depends on effective demand and unemployment result from a deficiency in effective demand. കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ ഒരു എക്കോണമിയിലെ എംപ്ലോയ്മെൻറ്റ് തീരുമാനിക്കുന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇഫക്റ്റീവ് ഡിമാൻഡിലാണ്. അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാകുന്നത് ഇഫക്റ്റീവ് ഡിമാൻഡിൻ്റെ കുറവ് മൂലമാണ്. അപ്പോൾ ഇഫക്റ്റീവ് ഡിമാൻഡ് വർദ്ധിപ്പിച്ചാൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്നുള്ള പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. Second one is rejection of Say's law. Full employment as a normal condition of an economy is justified in classical theory by the assumption that supply creates its own demand. ഒരു എക്കോണമിയിലെ നോർമൽ കണ്ടീഷനായിട്ട് ഫുൾ എംപ്ലോയ്മെൻറ്റിനെ പറയുന്നത് സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് എന്ന് പറയുന്ന അസംഷൻ്റെ ബേസിലായിരുന്നു. In an exchange economy, Say's law means that the entire income will be spent in the economy. ഒരു എക്സ്ചേഞ്ച് എക്കോണമിയിൽ Say's law എന്താണ് അർത്ഥമാക്കുന്നത് വെച്ചാൽ എല്ലാ ഇൻകം, നമുക്ക് കിട്ടുന്ന എല്ലാ ഇൻകം എക്കോണമിയിൽ ചിലവാക്കും എന്നുള്ളതാണ്. ബട്ട് ടു കെയ്ൻസ് ആസ് ഇൻകം ഇൻക്രീസസ് കൺസംഷൻ ഇൻക്രീസസ് ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ്ലി. ഇപ്പോൾ കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ ഇൻകം ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ കൺസംഷൻ ഇൻക്രീസ് ചെയ്യും, പക്ഷേ ഇൻകം ഇൻക്രീസ് ചെയ്യുന്ന പ്രൊപ്പോർഷൻ അനുസരിച്ചിട്ട് ഇൻക്രീസ് ചെയ്യൂല. സിൻസ് the entire income is not spent in the economy, supply fails to create sufficient demand to ensure full employment. അപ്പോൾ എല്ലാ ഇൻകം എക്കോണമിയിൽ ചിലവഴിക്കാത്തതുകൊണ്ട് തന്നെ എന്ത് സപ്ലൈ ചെയ്താലും അതിനനുസരിച്ചുള്ള സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡിമാൻഡ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഫുൾ എംപ്ലോയ്മെൻ്റ് ഒരു എക്കോണമിയിൽ നോർമൽ സിറ്റുവേഷൻ അല്ല. ദെൻ ദ തേർഡ് വൺ ഈസ് റോൾ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അക്കോർഡിംഗ് ടു കെയ്ൻസ്, the level of aggregate demand depends on the consumption function and the investment function. കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ ലെവൽ ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ബന്ധപ്പെട്ട് കിടക്കുന്നത് കൺസംഷൻ ഫംഗ്ഷനെയും അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫംഗ്ഷനെയുമാണ്. The level of employment can be raised by increasing either consumption expenditures or investment expenditures or both. ഇപ്പോൾ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ രണ്ടും കൂടെ ഇൻക്രീസ് ചെയ്തിട്ടോ എംപ്ലോയ്മെൻറ്റിനെ വർദ്ധിപ്പിക്കാൻ പറ്റും. Since consumption function is stable in the short run, the level of employment can be raised by increasing level of investment. കൺസംഷൻ ഫംഗ്ഷൻ ഷോർട്ട് റണ്ണിൽ സ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വർദ്ധിപ്പിക്കണം. Thus, investment plays a significant role in the determination of employment. Then the fourth one is the paradox of poverty in the midst of plenty. Keynes' principle of effective demand provides an explanation of the paradox of poverty in the midst of potential plenty in modern capitalism. ഇപ്പോൾ എന്തുകൊണ്ടാണ് ധാരാളമുള്ള, അതായത് പൊട്ടൻഷ്യൽ പ്ലെൻറ്റി അല്ലെങ്കിൽ മിഡിസ്റ്റ് ഓഫ് പ്ലെൻറ്റി എന്ന് പറഞ്ഞാൽ ധാരാളം ഉണ്ട്, ധാരാളം ഉള്ള സമയത്ത് എന്തുകൊണ്ടാണ് പോവർട്ടി വരുന്നത് എന്നുള്ളതിനൊരു എക്സ്പ്ലനേഷൻ പ്രൊവൈഡ് ചെയ്തത് പ്രിൻസിപ്പിൾ ഓഫ് ഇഫക്റ്റീവ് ഡിമാൻഡ് ആണ്. According to him, a wealthy community will have great difficulty in maintaining full employment because of the large gap between income and consumption.
അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ നല്ല റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ വെൽത്ത് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിക്ക് ഫുൾ എംപ്ലോയ്മെൻറ്റ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇൻകം കൺസംഷനും തമ്മിൽ ഒരു ലാർജ് ഗ്യാപ്പ് തന്നെ ഉണ്ട്. Since the typical investment demand is inadequate to fill this gap, the economy will face unemployment. നമ്മൾ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ആഡ്വക്കേറ്റ് അത്യാവശ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എക്കോണമി അൺഎംപ്ലോയ്മെൻറ്റ് ഫേസ് ചെയ്തിരിക്കും. Thus, unemployment and poverty exist on a mass scale in the midst of potential plenty. Okay, the next we move on to consumption, investment and government expenditure. Aggregate demand and its components. Aggregate demand is the sum of the demands for current output by each of the buying sectors of the economy. അപ്പോൾ ഒരു എക്കോണമിയിലെ ബൈയിങ് സെക്ടേഴ്സ് ഒരുപാട് ഉണ്ടാവും. ഈ ബൈയിങ് സെക്ടേഴ്സിൻ്റെ ഒക്കെ മൊത്തത്തിലുള്ള ഡിമാൻഡ്സിനെയാണ് ആഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. Aggregate demand is composed of three elements if the economy is closed. They are household consumption, investment demand and the government sector's demand for goods and services. അപ്പോൾ ഒരു എക്കോണമിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾക്കുള്ള മൊത്തം ഡിമാൻഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ആഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സം ഓഫ് ഡിമാൻഡ്സ് ഫോർ കറന്റ് ഔട്ട്പുട്ട് ബൈ ഈച്ച് ഓഫ് ദി ബൈയിങ് സെക്ടേഴ്സ് ഓഫ് ദി എക്കോണമി. ആഗ്രിഗേറ്റ് ഡിമാൻഡ് കമ്പോസ് ചെയ്തിരിക്കുന്നത് ഉൾക്കൊള്ളുന്നത് 3 എലമെൻറ്റ്സ് ആണ്. അത് എക്കോണമി ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ 3 എലമെൻറ്റ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഹൗസ് ഹോൾഡ് കൺസംഷന്, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ്, അതുപോലെ ഗവൺമെൻറ് സെക്ടേഴ്സ് ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഈസ് ദ ലാർജസ്റ്റ് കോമ്പോണൻറ്റ് ഓഫ് ആഗ്രിഗേറ്റ് ഡിമാൻഡ്. അപ്പോൾ ഈ 3 എണ്ണത്തിലെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആണ് ലാർജസ്റ്റ് കോമ്പോണൻ്റ് ആയിട്ട് പറയുന്നത്. അക്കോർഡിംഗ് ടു കെയ്ൻസ്, ഇൻകം ഈസ് ദി ഡോമിനൻറ്റ് ഫാക്ടർ ഡിറ്റർമിനിങ് കൺസംഷൻ. അപ്പോൾ കൺസംഷനെ തീരുമാനിക്കുന്നത് ഇൻകമാണ്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് കൺസംഷൻ ഈസ് ഡയറക്റ്റ് ആൻഡ് നോൺ പ്രൊപ്പോർഷണൽ. ഇൻകം കൺസംഷനും തമ്മിലുള്ള ബന്ധം ഡയറക്റ്റ് ആണ്, അതേപോലെ നോൺ പ്രൊപ്പോർഷണലുമാണ്. Investment demand is the second component of aggregate demand. Investment demand refers to the expenditure incurred for the addition to the existing stock of real capital asset. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡാണ് സെക്കൻഡ് കോമ്പോണൻ്റ് ആയിട്ട് പറയുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് ഓഫ് റിയൽ ക്യാപിറ്റൽ അസറ്റിലേക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോഴുള്ള എക്സ്പെൻഡിച്ചറാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ്. To Keynes, interest rate and the state of business expectations are the two important determinants of investment expenditures in the short run. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റും അതുപോലെ സ്റ്റേറ്റ് ഓഫ് ബിസിനസ് എക്സ്പെക്റ്റേഷൻസുമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചറിനെ തീരുമാനിക്കുന്നത്. Next one is government expenditure. Government expenditure on goods and services is the third component of aggregate demand. According to Keynes, government spending is controlled by the policy maker. Thus, government spending does not depend directly on the level of income. Keynes's അഭിപ്രായത്തിൽ government spending is controlled by the policy maker. Policy makers ആണ് government spending control ചെയ്യുന്നത്. Government spending does not depend directly on the level of income. ഇൻകത്തിന് ഡയറക്റ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. Since national income equals aggregate demand in closed economy, equilibrium of closed economy can be represented as ക്ലോസ്ഡ് എക്കോണമിയിലെ അഗ്രിഗേറ്റ് ഡിമാൻഡാണ് നാഷണൽ ഇൻകത്തിന് ഈക്വൽ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ നാഷണൽ ഇൻകം സൂചിപ്പിക്കുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡിൻ്റെ ക്ലോസ്ഡ് എക്കോണമി. അപ്പോൾ ഇക്വിലിബ്രിയം ഓഫ് എ ക്ലോസ്ഡ് എക്കോണമി നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയുന്നത് y ഈസ് ഈക്വൽ ടു C + I + G. y ഈസ് ഈക്വൽ ടു ഈ ഇക്വിലിബ്രിയം, y എന്ന് പറയുന്നത് ഇൻകം, C + I + G. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞു. C എന്ന് പറയുന്നത് ഹൗസ് ഹോൾഡ് കൺസംഷൻ, I എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് and G means consumption expenditure, government sector's demand for goods and services. In the case of an open economy, aggregate demand consists of consumption, investment and government spending plus net export. ഒരു ഓപ്പൺ എക്കോണമി ആണെന്നുണ്ടെങ്കിൽ അഗ്രിഗേറ്റ് ഡിമാൻഡിൽ വരുന്നത് കൺസംഷനും ഇൻവെസ്റ്റ്മെൻറ്റും ഗവൺമെൻറ് സ്പെൻഡിങ്ങും പ്ലസ് നെറ്റ് എക്സ്പോർട്ട്. നെറ്റ് എക്സ്പോർട്ട്സ് ആർ എക്സ്പോർട്ട്സ് മൈനസ് ഇമ്പോർട്ട്സ്. നെറ്റ് എക്സ്പോർട്ട്സ് എന്ന് പറഞ്ഞത് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ടാണ്. അപ്പോൾ രാജ്യം എക്സ്പോർട്ട് ചെയ്യുന്നത് മൈനസ് ഇമ്പോർട്ട്. എക്സ്പോർട്ട്സ് ആർ ദ ഫോറിൻ ഡിമാൻഡ് ഫോർ ഡൊമസ്റ്റിക് ഔട്ട്പുട്ട് ആൻഡ് ദെർഫോർ ഇൻക്ലൂഡഡ് ഇൻ അഗ്രിഗേറ്റ് ഡിമാൻഡ്. എക്സ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഔട്ട്പുട്ടിനുള്ള ഡിമാൻഡാണ്.
ഡൊമസ്റ്റിക് ഔട്ട്പുട്ടിനുള്ള ഫോറിൻ ഡിമാൻഡാണ് എക്സ്പോർട്ട് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ അഗ്രിഗേറ്റ് ഡിമാൻഡ്. Imports are subtracted from aggregate demand because they are not demand for domestic goods. ഇമ്പോർട്ട് എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡിൽ നിന്ന് കുറക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡൊമസ്റ്റിക് ഗുഡ്സിനുള്ള ഡിമാൻഡ് അല്ലാത്തതുകൊണ്ട്. ദ ഇക്വിലിബ്രിയം ഓഫ് ആൻ ഓപ്പൺ എക്കോണമി ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് y ഈസ് ഈക്വൽ ടു v ഈസ് ഈക്വൽ ടു c പ്ലസ് i പ്ലസ് g പ്ലസ് x മൈനസ് m. x മൈനസ് m എന്ന് പറയുന്നത് നെറ്റ് എക്സ്പോർട്ടാണ്. എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് the first part of the third chapter, Keynesian macroeconomics. അപ്പോൾ എന്തൊക്കെ ഇഫക്റ്റീവ് ഡിമാൻഡ് എന്താണെന്ന് പറഞ്ഞു, അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ, അഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷൻ, ഇമ്പോർട്ടൻസ് ഓഫ് ഇഫക്റ്റീവ് ഡിമാൻഡ്, പിന്നെ കൺസംഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. ദാറ്റ്സ് ഓൾ.